ഹായ്, നമസ്കാരം. ഞാൻ sumeshpulakkil. വെൽക്കം ടു റിയൽ ട്രിപ്പിൾ ടി. ഇത് നമ്മളൊരു സ്പെഷ്യൽ ഡിഷാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ചക്കയുടെയൊക്കെ സീസണാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ചിപ്സ് അല്ലെങ്കിൽ ചക്ക വറുക്കുക എന്നൊക്കെ പല സ്ഥലങ്ങളിലും പറയും. അത് നമുക്കിത് ഉണ്ടാക്കി നോക്കിയാലോ, എങ്ങനെ ഉണ്ടാവുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ പരീക്ഷണശാലയിലോട്ട് പോവാം ഈവനിങ് കൊണ്ട്. ഓക്കെ, നമുക്ക് ചക്ക ചിപ്സിന് വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള ചക്കയാണ് സെലക്ട് ചെയ്യേണ്ടത് നോക്കാം. പൂർണ്ണമായിട്ട് മൂത്ത ചക്കയാണ് നമുക്ക് വേണ്ടത്. ചെറുതായിട്ട് മധുരം തുടങ്ങിയ ചക്കയാണെങ്കിലും കുഴപ്പമില്ല, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനത്തെ ചക്ക ചിപ്സ് ഉണ്ടാക്കുമ്പോൾ ചെറിയ മധുരം ഉണ്ടാവും ചിപ്സിന്, അതും ഒരു നല്ല ടേസ്റ്റാണ്. പക്ഷെ നോർമലായിട്ട് നമ്മൾ നന്നായിട്ട് മൂത്ത ഒരു ചക്ക. ഈ മൂക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഏറെക്കുറെ എല്ലാവർക്കും അറിയാമായിരിക്കും. അതിൻ്റെ മുള്ളെല്ലാം നല്ല വിരിഞ്ഞ് നല്ല വൃത്തിയായിട്ടിരിക്കും, ഉരുണ്ടിരിക്കും ചക്ക, അതല്ലേ. നമുക്ക് പതുക്കെ ഇവനെ കൈക്കലാക്കാം. നല്ല വെയിറ്റ് ഉണ്ട്, സൂക്ഷിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മുളഞ്ഞുണ്ട്. ഉണ്ടല്ലേ, നല്ല മുട്ടൻ സാധനം. ഇതിനെ നമുക്ക് പൊരിച്ചടിക്കാം. നന്നായിട്ട് മുളഞ്ഞു പറ്റുന്നുണ്ട്. ഇതൊക്കെ മേത്തൂടായ പണി കിട്ടും. നല്ല സൂക്ഷിച്ച് വേണം നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യാൻ. ആദ്യം തന്നെ നമുക്ക് ചക്ക വെട്ടി തുണ്ടുണ്ടാക്കി ചുളകളെല്ലാം പറിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കണം. എന്നിട്ട് അത് നമുക്ക് നീളത്തിൽ, വളരെ നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കണം ഇതുപോലെ. അടുത്ത് നമ്മൾ റെഡി ചെയ്ത് വെക്കേണ്ട ഒരു സാധനമാണ് 4 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആവശ്യത്തിനുള്ള വലുപ്പമുള്ള പാത്രം വെച്ച് തീ കത്തിക്കുക. അതിനകത്തോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ തിളച്ചതിന് ശേഷം അതിനകത്തോട്ട് ഒരു പീസ് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തിളച്ച എണ്ണയാണ്, കയ്യിലേക്ക് ആവി അടിക്കുന്നത് നോക്കണം, അല്ലെങ്കിൽ എണ്ണ തെറിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അരിഞ്ഞു വെച്ച ചക്ക ആവശ്യത്തിന് ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഉപ്പ് മിശ്രിതം 2 സ്പൂണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം വളരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ സ്പ്രെഡ് ആകുന്നതിന് വേണ്ടിയാണത്. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചട്ടി മറിയാതെ ശ്രദ്ധിക്കണം. ഒരു മീഡിയം തീയിൽ വേണം നമുക്കിത് പൊരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. തീ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കളർ മാറുകയും അകം വേകാതെ സോഫ്റ്റായിട്ടിരിക്കും, ക്രഞ്ചായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും തീ സിമ്മായിട്ടുള്ള തീയിൽ വേണം പൊരിച്ചെടുക്കാൻ. ഗോൾഡൻ ബ്രൗൺ ആകുകയും കൂടാതെ നല്ല ഒരു ശബ്ദം, ഒരു പ്രത്യേക ശബ്ദം, നമ്മളിതിങ്ങനെ പൊക്കി താഴെ ഇടുന്ന സമയത്ത് ശബ്ദം കേൾക്കുകയും ചെയ്യുന്നതാണെങ്കിൽ കറക്റ്റ് വേവായിട്ടുണ്ട്. ഇപ്പം നമ്മൾ പാകമായിട്ടുണ്ട്, കോരിയെടുക്കാൻ സമയമായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇനിയും കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. കോരിയെടുത്ത് എണ്ണ വറ്റിയതിന് ശേഷം ഹോളുള്ള പാത്രത്തിൽ ഇട്ട് വെക്കേണ്ടതാണ് തണുക്കുന്നത് വരെ. അപ്പോൾ മാക്സിമം അതിലുള്ള എണ്ണ മുഴുവൻ നമുക്ക് വറ്റിച്ചെടുക്കാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യേണ്ട പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചക്ക ചിപ്സ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും കഴിഞ്ഞു, ചക്ക ചിപ്സ് റെഡി ആയിട്ടുണ്ട്. കഴിച്ചു നോക്കാം. സംഭവം നല്ല ക്രഞ്ചി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താൽക്കാലികമായി ഇവിടെ പറയുന്നു, മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം റിയൽ ട്രിപ്പിൾ ടി ബൈ sumeshpulakkil.